ഇന്നത്തെ കളി ഒരു രസവും ഇല്ലായിരുന്നു. ആ ഞാൻ കണ്ടു. നീ അവസാനത്തെ ഓവർ ഒട്ടും കളിച്ചില്ലല്ലോ. എന്തു ചെയ്യാനാ അപ്പൂപ്പ, ഞങ്ങൾക്ക് കൊറേ റൺസ് വേണമായിരുന്നു. വെറും 19 റൺസ് പോരായിരുന്നോ നിനക്ക്? നീ ശ്രമിച്ചാ മതിയായിരുന്നു. അതൊരിക്കലും നടക്കാത്ത കാര്യമാ അപ്പൂപ്പ. പക്ഷേ നീ നിന്റെ തോൽവി സമ്മതിച്ചു. അതാണ് പ്രശ്നം. നിന്റെ ഈ തീരുമാനം കാണുമ്പോൾ എനിക്ക് ഉറുമ്പുകളെയാണ് ഓർമ്മ വരുന്നത്. ഉറുമ്പുകളോ അപ്പൂപ്പ? അതിന്റെ കഥ കേൾക്കണോ നിങ്ങൾക്ക്? കഥ കേക്കാം. ഒരുപാട് കാലങ്ങൾക്ക് മുൻപ് ഒരുപാട് ഉറുമ്പുകൾ ഒരു ഉറുമ്പിൻ പുറ്റില് താമസിച്ചിരുന്നു. അത് വലിയ ഒരു പുറ്റായിരുന്നു. അതിനകത്ത് ഒരുപാട് ഉറുമ്പുകൾ വളരെ സന്തോഷത്തിൽ താമസിച്ചിരുന്നു. അവർ പരസ്പരം സഹായിച്ചിരുന്നതുകൊണ്ട് അവരുടെ വീട് വളരെ മനോഹരമായിരുന്നു. അങ്ങനെയിരിക്കുമ്പം ഒരു ദിവസം ശക്തമായ ഒരു മഴ പെയ്തു. മഴവെള്ളം അവരുടെ വീട്ടിനകത്തേക്ക് കയറാൻ തുടങ്ങി. അയ്യോ, ഞങ്ങൾക്ക് പേടിയാവുന്നു. ഈ വെള്ളം മൊത്തം ഞങ്ങളുടെ കൂട്ടിൽ കയറുമല്ലോ. എന്റെ മോനെ ഓടിക്കോ, എത്ര ദൂരം ഓടാൻ പറ്റും അത്ര ദൂരം ഓടിക്കോ. നീ ഞങ്ങളൊപ്പം വരുന്നില്ലേ ജോണി? ഇവിടുന്ന് രക്ഷപ്പെടാനേ ഒരു വഴിയുമില്ല. നോക്കൂ, വെള്ളം എല്ലായിടത്തും എത്തി. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അയ്യോ, നമ്മൾ ഉറപ്പായിട്ടും മുങ്ങിപ്പോവും, ഉറപ്പണ്ണ. പക്ഷെ ഇവിടുന്ന് എന്തായാലും രക്ഷപ്പെടണമല്ലോ. ഇല്ല, ഇവിടെ നിൽക്ക്. അയ്യോ, മരണം ഒളിച്ചിരിക്കുന്ന വഴിക്ക് എനിക്ക് പോകാൻ പറ്റില്ല. നിനക്ക് ശരിയും തോന്നും, നീ ചെയ്തോ. ഞാൻ വേറെ ആരെങ്കിലും കൂടെ പോകും. അയ്യോ, പോകില്ലേ കൂട്ടുകാരി, പോയോ? എന്റെ കൂട്ടുകാർ മരണത്തിന് തോറ്റു കൊടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ഇപ്പൊ എന്റെ കൂടെ അവരുണ്ടാകുമായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? തോൽവി സമ്മതിക്കുന്നത് കൊണ്ട് ആർക്കും ഒന്നും നേടാൻ കഴിയില്ല എന്ന്. അതുകൊണ്ട് നമ്മൾ അവസാന നിമിഷം വരെ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. എനിക്കിപ്പോ മനസ്സിലായി അപ്പൂപ്പ. നാളത്തെ മാച്ചിൽ ഞാൻ എന്തായാലും ജയിച്ചിരിക്കും, അത് ഉറപ്പാ. ഹായ്, ഞാൻ ഷൈനി. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യണം. കൂട്ടുകാരോട് പറയാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.